ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, വെറും 5 മിനിറ്റ് മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ചപ്പാത്തിയോടൊത്തോ പൊറോട്ടയോടൊത്തോ അപ്പത്തിനോടൊത്തോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനൊരു മൺചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ കത്തിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ സവോളയും 2 പച്ചമുളകും കൂടെ നന്നായിട്ട് ഞുറുക്കിയതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റി കൊടുത്തു. ഇനി ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. അതുപോലെ 1 ടീസ്പൂൺ സോയ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചച്ചുവയെല്ലാം മാറി വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഫ്രഷ് ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസ് 1 കപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഗ്രീൻ പീസ് എടുത്ത അതേ കപ്പിൽ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹിമാലയൻ പിങ്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നവരേക്കുമാണ് ഈ ഗ്രീൻ പീസിൻ്റെ വേവിൻ്റെ ടൈം കേട്ടോ. അപ്പം ഗ്രീൻ പീസൊക്കെ ഇപ്പോൾ നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 3 മുട്ടയാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 2 മുട്ടയോ, ഇതിപ്പോൾ ഞങ്ങൾ 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 3 മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എഗ്ഗ് കഴിക്കാത്ത വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ഞാനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് പനീർ പൊടിച്ച് എഗ്ഗിന് പകരം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു എഗ് ബുർജിയാണ് കേട്ടോ ഇത്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും എന്നോട് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരയ്ക്കും താങ്ക് യു, ബൈ.